അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതൊരു ഫ്രഞ്ച് ടോസ്റ്റാണ്. കുട്ടികളുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു 4 മുതൽ 5 വരെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ പുളിയില്ലാത്ത തൈര്, നല്ല കട്ട തൈരാണ്. പിന്നെ 2 കോഴിമുട്ട. ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇതൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണേ. പുളി കൂടി പോയി കഴിഞ്ഞാൽ നന്നാവില്ല. എല്ലാം കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിക്കണം. കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്യണം, എന്നാലേ യോജിച്ച് വരൂ. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്യണം, എന്നാലേ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരൂ. അതിന് ശേഷം വേണം നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വനില എസൻസോ അല്ലെങ്കിൽ കറുവാപ്പട്ട പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം. ഞാൻ കറുവാപ്പട്ട പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇതങ്ങനെ കുത്തുന്ന ഫ്ലേവറൊന്നുമല്ല, നല്ല ഫ്ലേവറാണ്. ഞാനിത് ഇവിടെ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി സാധാരണ പോലെ 2 സൈഡും മറിച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആവശ്യമാണെങ്കിൽ സൈഡിൽ കൂടെ ഇച്ചിരി കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഇട്ട് കൊടുക്കാം. നല്ലോണം 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ ഡിപ്പ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ തൈര് മാത്രമേ ചേർക്കാവൂ. അല്ലാന്നുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 3 മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അധികം എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ടോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ കുറച്ച് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചേർക്കാം. ന്യൂട്ടല്ല ആണെങ്കിൽ അത് ചേർക്കാം. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് പഴം അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് സൈഡിലായിട്ട് കുറച്ച് ആപ്പിൾ മുറിച്ചതും വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഹണി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ജസ്റ്റ് മധുരം കുറച്ച് കുറവായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം. എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.